ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഹെൽത്തിയും ടേസ്റ്റും ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. ഗോതമ്പ് പൊടി കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പമാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഞാനിവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഈ ഒരു ഗ്ലാസ്സിൽ 4 ഗ്ലാസ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ വീട്ടിൽ പൊടിപ്പിച്ചെടുത്തിട്ടുള്ള ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് പാക്കറ്റിലുള്ള ഗോതമ്പ് പൊടിയും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വറുത്തെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ വെക്കുകയാണെങ്കിൽ പൊടി പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഗോതമ്പ് പൊടി കൊണ്ടുള്ള ഇടിയപ്പം നിങ്ങൾ ഇതുവരെയും കഴിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. സൂപ്പർ ടേസ്റ്റിയാണ് കഴിക്കാൻ. ഇപ്പോഴത്തെ പൊടി നല്ല പെർഫെക്റ്റ് ആയി തന്നെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. ഒരു 10 മിനിറ്റോളം നല്ലൊരു സ്മെല്ല് വരുന്ന വരെ വേണം ഇത് വറുത്തെടുക്കാനായിട്ട്. എന്നിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിൻ്റെ ചൂടൊക്കെ നന്നായിട്ടൊന്ന് പോകട്ടെ. ഇപ്പോഴത്തെ പൊടിയുടെ ചൂടൊക്കെ അത്യാവശ്യം നന്നായി പോയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഞാനിവിടെ ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ടാണ് കുഴച്ചെടുക്കുന്നത്. ഇപ്പോൾ ഇത് നല്ല സോഫ്റ്റായി തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു മാവ് കുഴച്ചെടുക്കേണ്ടത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന ഒരു പാകത്തിലാണ്. ഞാനിവിടെ ഒരു നൂൽപുട്ടിൻ്റെ അച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ചില്ലിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് മാവ് നിറച്ച് കൊടുക്കാം. ഇനി ഇത് അടയ്ക്കാം. എന്നിട്ട് വാഴയിലയിലേക്ക് മാവ് ചുറ്റിച്ചെടുക്കാം. ഇതുപോലെ മാവെല്ലാം വാഴയിലയിൽ ചുറ്റിച്ചെടുക്കുവാണെങ്കിൽ ഇടിയപ്പം നമുക്ക് ഒരുമിച്ച് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതിൻ്റെ മേലേക്ക് കുറച്ച് തേങ്ങ വിതറി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് സ്റ്റീം ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ഒഴിച്ച് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിലോട്ടൊരു തട്ട് വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ ചുറ്റിച്ച് വെച്ചിരിക്കുന്ന ഇടിയപ്പം എല്ലാം ഈ ഒരു തട്ടിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെക്കാം. എന്നിട്ടൊരു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് 15 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം. എന്നും ചപ്പാത്തിയൊക്കെ കഴിക്കുന്നവർക്ക് ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള പലഹാരമാണിത്. ഇപ്പോഴിതാ 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് എന്തായെന്ന് തുറന്നു നോക്കാം. ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള വീറ്റ് ഫ്ലോർ ഇടിയപ്പം റെഡി. നോക്കിയേ, കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ? നല്ല പെർഫെക്റ്റ് ആയി തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നിങ്ങൾക്കിത് ചൂട് ചായക്കൊപ്പം കഴിക്കാം, അതോ അല്ലെങ്കിൽ തേങ്ങാപ്പാലിൻ്റെ കൂടെ കഴിക്കാം. പിന്നെ കറിക്കൊപ്പം കഴിക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെയും കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി വീറ്റ് ഫ്ലോർ ഇടിയപ്പം റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.